ഇതളടരാതെ ദി സിംഫണി ഓഫ് ലവ് ഭാഗം 21. ആ രാവിലെ ആകാശത്ത് നിലാവുദിച്ചു. നക്ഷത്രങ്ങൾ മിന്നിത്തെളിഞ്ഞു. എവിടെ നിന്നോ വയലിൽ നിന്നുള്ള സംഗീതം ഒഴുകി വരുന്നു. ജെറി നോക്കുമ്പോൾ നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും ഒരു നീല വെളിച്ചം ഭൂമിയെ തൊട്ടു നിൽക്കുന്നു. അതിന്റെ അങ്ങേയറ്റത്തു നിന്നും നിധി തന്റെ വയലിനുമായി ഇറങ്ങി വന്നു. അവൾ ജെറിയെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. ജെറി എണീറ്റ് അവൾക്ക് നേരെ ചെന്നു. ചിരിച്ചുകൊണ്ട് വഴുതി മാറുകയാണ് അവൾ. ജെറി സൂത്രത്തിൽ പിന്നാലെ ചെന്ന് ഒറ്റപ്പിടുത്തം. നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. നിന്നെ എന്റെ കയ്യിൽ കിട്ടില്ല എന്ന് കരുതിയോ? നിധിയെ ജെറി വാരിപ്പുണർന്നു. നല്ല ഉറക്കത്തിലായിരുന്ന മരിയെ ഒന്ന് ഞെട്ടി. പിന്നെ ഒരു പുഞ്ചിരിയോടെ ആ കരവലയത്തിൽ ഒതുങ്ങിക്കൊടുത്തു. നിധി, എന്റെ പൊന്നെ, ഇനി ഞാൻ നിന്നെ വിടില്ല. നിനക്കറിയില്ലായിരുന്നോ നീ ഇല്ലാതെ ഞാനില്ലാന്ന്? എന്നിട്ട് എത്ര എളുപ്പമാണ് നീ എന്നെ വിട്ടുപോയത്? ജെറി എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. അത് മനസ്സിലാകുന്നില്ല എങ്കിലും നിധി എന്ന പേര് മാത്രം മനസ്സിലായി. അവന്റെ പിടുത്തം മുറുകി. മരിയയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ജെറി, എന്താ ഇത്? എനിക്ക് ശ്വാസം മുട്ടുന്നു. മുട്ടട്ടെ, ഇനി നീ എന്നെ വിട്ട് എങ്ങും പോകരുത്. മരിയ ഒരിറ്റു ശ്വാസത്തിനായി പിടഞ്ഞു. അവൾ ആകുന്നത്ര ശക്തിയിൽ ജെറിയെ തള്ളി മാറ്റി. ആ പിടി അയഞ്ഞു. ജെറി കട്ടിലിൽ നിന്നും താഴെ വീണു. മരിയ എണീറ്റ് ശ്വാസം ആഞ്ഞു വലിച്ചു. പിന്നെ പോയി ലൈറ്റിട്ടു. നിലത്ത് വീണ് എവിടെയോ മുട്ടി വേദനിച്ചപ്പോൾ ജെറി ഉറക്കം തെളിഞ്ഞു. നീ എന്താ മനുഷ്യനെ കട്ടിലിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നോ? മരിയയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ജെറി എണീറ്റ് കട്ടിലിൽ കയറി കിടന്നു. ആര്? ഞാനോ? എന്നെയാണ് ജെറി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയത്. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കാറ്റ് പോയനെ. നിധിയുടെ പേര് വിളിച്ചത് മനഃപൂർവ്വം മറച്ചുവെച്ചു. ഈ രാത്രി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒട്ടും താല്പര്യപ്പെട്ടില്ല. അതിനാൽ ലൈറ്റ് അണച്ച് വന്നു കിടന്നു. ഞാനോ? ഞാൻ നിന്നെ ശ്വാസം മുട്ടിച്ചെന്നോ? നീ എന്താ ഉറക്കിപ്പിച്ചു പറയുന്നോ? ആ, ജെറി തന്നെ. മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടോ? മരിയയുടെയും ശബ്ദം അല്പം കനത്തു. നിധിയുടെ വയലിൻ ശബ്ദം കേട്ടതുപോലെ തോന്നിയിരുന്നു. ഇനി വെറുതെ തർക്കിച്ച് നേരം കളയണ്ട. തർക്കിക്കാൻ മിടിക്കുകയാണിവൾ. താൻ തോറ്റുപോകും. ജെറി ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് കുറച്ചകന്നു കിടന്നു. നിധി, അവളിപ്പോൾ എവിടെയാകും? ഒരു നിമിഷമെങ്കിലും തന്നെ ഓർക്കുന്നുണ്ടാകുമോ? എന്തിനാണ് തന്നോട് ഒരു വാക്കുപോലും പറയാതെ പോയത്? പലവിധ വിചാരങ്ങൾ പിന്നെയും മനസ്സിനെ അലട്ടാൻ തുടങ്ങി. മരിയ തന്റെ ഭാര്യയാണ്. അവളോട് ഏതെങ്കിലും വിധത്തിൽ നീതി പുലർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെ ഏറ്റെടുത്തതാണല്ലോ ഇത്. ഒന്നും അറിയാത്ത ഒരു പെണ്ണായിരുന്നെങ്കിൽ അത് അവളെ ചതിച്ചതാണെന്ന് കരുതാൻ ന്യായമുണ്ട്. വല്യപ്പച്ചൻ കൂടി നിർബന്ധിച്ചപ്പോൾ മനസ്സിലാ മനസ്സോടെ വഴങ്ങുകയായിരുന്നു. നിധി എവിടെയെന്നറിയില്ല. ഒരു പക്ഷേ തന്നെ മടുത്തിട്ട് പോയതാണോ? അതിന് ഞങ്ങൾ തമ്മിലൊരു അരുതാഴിക പോലും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ? നിധി പോയ അന്ന് ആരാണ് ഫ്ളാറ്റിൽ വന്ന ആ സ്ത്രീ? അതാരാണെന്ന് കണ്ടെത്തിയാൽ എല്ലാത്തിനും ഉത്തരമാകും. അതാരെന്ന് കണ്ടുപിടിക്കാൻ എന്താണൊരു വഴി? മരിയയും ഓരോ ചിന്തകളിലായിരുന്നു. ജെറി അവളെ മനസ്സിൽ നിന്നും പറിച്ചു കളഞ്ഞിട്ടില്ല എന്നറിയാം. എന്നാലും ഇങ്ങനെ ഓരോ രാത്രികളിലും സ്വപ്നം കണ്ട് നിധിയുടെ പേരും വിളിച്ച് തന്നെ ഞെക്കിക്കൊല്ലാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? തന്റെ തീരുമാനം തെറ്റായിപ്പോയോ? നിധിയുടെ തിരോധാനം താനും കൂടി അറിഞ്ഞുകൊണ്ടാണെന്ന് ജെറി അറിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നറിയില്ല. ആ തണുപ്പിലും മരിയ വിയർത്തു. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒന്നും വേണ്ടായിരുന്നു. ഏറെക്കാലം കാത്തുസൂക്ഷിച്ച് കൈവിട്ടു പോയെന്ന് കരുതിയ മൂല്യവത്തായ ഒരു വസ്തു തിരികെ കിട്ടുക എന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമല്ലല്ലോ. ഇങ്ങോട്ട് ഒരു തരി പോലും പരിഗണനയും സ്നേഹവും വേണ്ട. എങ്കിലും ജെറിയുടെ ഭാര്യാപദം അത്രയേറെ മോഹിച്ചിരുന്നു. അത് കൈവന്നപ്പോഴോ? ഇനിയുണ്ടാകുന്ന എല്ലാ വരുംവരായികളും അഭിമുഖീകരിക്കാൻ മരിയയും തയ്യാറെടുത്തു. തിങ്കളാഴ്ച എറണാകുളത്തേക്ക് തിരിച്ചു പോകണമെന്ന് ജെറി പറഞ്ഞു. മരിയയ്ക്ക് ലീവ് ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നു. അതെന്താടാ നീ ലീവ് എടുക്കാത്തത്? ജെയ്സമ്മയുടെ വീട്ടിലെങ്കിലും ഇരുന്നു പോകണ്ടേ? കുഞ്ഞുഞ്ഞു ചോദിച്ചു. ഓ, അതൊക്കെ എപ്പോഴേലും പോവാം, എനിക്ക് ലീവില്ല. ജെറി ഉദാസീനനായി. കുഞ്ഞുഞ്ഞു പിന്നെ ഒന്നും വേണ്ടിയില്ല. കൂടുതലൊന്നും നിർബന്ധം പിടിക്കാനുള്ള ധൈര്യവുമില്ലായിരുന്നു എന്നതാണ് സത്യം. നിങ്ങൾക്ക് വണ്ടി വല്ലതും വേണമെങ്കിൽ പറ, ജോസ്മോനെ കൊണ്ട് കാറ് ബുക്ക് ചെയ്യിക്കാം. വേണ്ട, ഞാൻ വാങ്ങിക്കൊള്ളാം. അപ്പച്ചന്റെ സൗജന്യങ്ങളൊന്നും വേണ്ട എന്നൊരു ധ്വനി കൂടി ഈ നിഷേധത്തിന് പിന്നിലുണ്ടോ എന്ന് കുഞ്ഞുഞ്ഞിന് സംശയം തോന്നി. മകനോട് ചെയ്ത തെറ്റിന്റെ മനസാക്ഷി കുത്ത് കുഞ്ഞുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചു. സമൂഹത്തിന് മുന്നിൽ തന്റെയും കുടുംബത്തിന്റെയും മാനം രക്ഷിക്കാൻ എന്നൊരു വാദം വേണമെങ്കിൽ നടത്താം. പക്ഷേ സത്യം അതല്ലല്ലോ. അകം പൊള്ളയായ മിഥ്യാബോധത്തിന്റെ വക്താവായിരുന്നു കുഞ്ഞുഞ്ഞ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി സ്വന്തം അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ മാത്രമാണ് ഈ കടുങ്കൈ ചെയ്തത്. സ്വന്തം മകന്റെ ജീവിതത്തിന് പുല്ലുവില പോലും കൽപ്പിച്ചില്ല എന്നതാണ് സത്യം. ഇനിയൊരു വീണ്ടു വിചാരത്തിന് യാതൊരു സാധ്യതയും ഇല്ലാതെ വരുമ്പോഴാണല്ലോ കുറ്റബോധവും മനസാക്ഷിയുമൊക്കെ എല്ലാവരിലും ഉണരുക. അത് കുഞ്ഞുഞ്ഞിനും ഉണ്ടായി. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴും മരിയ എൽസിയുടെ കൂടെയായിരുന്നു. ജെറി ഉണ്ടെങ്കിലും ഒരു പുതുമോടിയുടെ ഒരു ലാഞ്ചനയും ഉണ്ടായില്ല. ആരും കൂടുതലൊന്നും സംസാരിച്ചുമില്ല. മരിയ ആ സാഹചര്യത്തെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നത് കണ്ട എൽസി അത്ഭുതപ്പെട്ടു. യാതൊരു നിരാശയും കാണിക്കാതെ വാതോരാതെ എൽസിയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു.
കാർ ഓടിക്കുമ്പോൾ ജെറി കണ്ണാടിയിലൂടെ മരിയയെ നോക്കി. അവൾ അത് കണ്ടു. മരിയയുടെ നോട്ടവുമായി ഇടഞ്ഞപ്പോൾ ജെറി കണ്ണുകൾ പിൻവലിച്ചു. മരിയയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഊറി. അമ്പട കള്ളാ, അവൾ മനസ്സിൽ പറഞ്ഞു. ഇവൾ എന്തൊരു പെണ്ണാണ്! ഹോ, സമ്മതിക്കണം. ഇങ്ങനെ എങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നു? മരിയയുടെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോൾ ജെറിക്ക് തോന്നി. വീട്ടിലെത്തി കാപ്പിയുടിയും കഴിഞ്ഞ് ചാക്കോച്ചേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയവർ. അവിടെ ജെറിക്കും മരിയയ്ക്കുമായി ചെറിയൊരു വിരുന്നൊരുക്കിയിട്ടുണ്ടായിരുന്നു. താൻ ഓർമ്മ വെച്ച കാലം മുതൽ ചാക്കോച്ചേട്ടനും ചേട്ടത്തിയും വീട്ടിലുണ്ട്. ചേട്ടത്തി വെച്ചു വിളമ്പി എത്ര ഊട്ടി. ജെയ്ക്കും ജോമോനും സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയാണ്. അപ്പോൾ അവർ വിളിച്ചാൽ പോകാതിരിക്കാനാകില്ല. ഗംഭീരമായ സതി തന്നെയായിരുന്നു ആ കൊച്ചു വീട്ടിൽ അവർക്കായി ഒരുക്കിയിരുന്നത്. ചേട്ടത്തി അത് സ്നേഹത്തോടെ വിളമ്പിയപ്പോൾ അതിന് പതിവിലും രുചിയായിരുന്നു. ഊണ് കഴിഞ്ഞ് ജെയ്ക്കും ജോമോനുമായി കുശലവും കളിചിരികളുമായി ഇരിക്കുന്ന ജെറിയെ കണ്ട് മരിയ അതിശയിച്ചു. അപ്പോൾ തമാശ പറയാനും ചിരിക്കാനും ഒക്കെ അറിയാം. സ്വന്തം വീട്ടിലെ ജോലിക്കാരോട് ഇത്രയധികം അടുപ്പവും സ്നേഹവും കാണിക്കേണ്ട ആവശ്യമുണ്ടോ? മരിയ ചിന്തിച്ചത് അതായിരുന്നു. കേട്ടോ മോളെ, ചെറുപ്പത്തില് ജെറി ഇവിടുന്ന് പോവുകയില്ലായിരുന്നു. മൂന്നും കൂടെ മണ്ണിൽ കളിച്ചും മാവേലെറിഞ്ഞും ഇങ്ങനെ നടക്കും. ഇടയ്ക്ക് ജെയ്ക്കുമായി ജെറി നല്ല ഇടിയും കൂടും. ഇവന്മാരെ പിടിച്ചു മാറ്റാൻ ചെന്നാ നമുക്കും കിട്ടും ഇടി. അത് കഴിഞ്ഞതേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ രണ്ടും കൂടെ തോളയിൽ കൈട്ടോണ്ട് നടക്കുന്നത് കാണാം. മരിയെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ചേട്ടത്തിയുടെ ഉള്ളിൽ സ്നേഹം നുരഞ്ഞു. ജോസ്മോ മൂത്തതായിരുന്നതുകൊണ്ട് അവനോട് ഇവന്മാർക്ക് ഇച്ചിരി ബഹുമാനവും പേടിയൊക്കെ ഉണ്ട്. മരിയയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ അതിശയമായിരുന്നു. ഊണ് കഴിഞ്ഞ പാടെ ചാക്കോ ചേട്ടൻ പെരുമ്പുന്നയിലേക്ക് പോകാൻ ഇറങ്ങി. എടാ പിള്ളേരെ, നിങ്ങൾ കാപ്പി കുടിച്ചേച്ചും വന്നാ മതി. എനിക്ക് വീട്ടിൽ കച്ചി തുറുവിടാനുണ്ട്. കുറച്ച് കച്ച് വാങ്ങിയത് അടുക്കി വെച്ചിട്ടേയുള്ളൂ. അങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ ചിതല് കയറും. വൈകുന്നേരത്തെ കാപ്പിയും കഴിഞ്ഞിട്ടാണ് അവരിറങ്ങിയത്. തൊടിയിലൂടെ റബ്ബർ തോട്ടത്തിന് നടുവിലൂടെയുള്ള വഴിയിലൂടെയാണ് വീട്ടിലേക്കുള്ള എളുപ്പവഴി. വിജനമായ ആ സ്ഥലത്തുകൂടി നടക്കുമ്പോൾ മരിയയ്ക്ക് ജെറിയുടെ കൈപിടിച്ച് നടക്കാൻ ഒരാഗ്രഹം തോന്നിയെങ്കിലും അതടക്കി. ജെറിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഏതായാലും കുറച്ച് കാത്തിരിക്കാതെ ഒന്നും നേരെയാകില്ല. സൂക്ഷിച്ചു നീങ്ങിയില്ലെങ്കിൽ എല്ലാം നാശമാകും. അതിനാൽ മരിയയും മൗനം പാലിച്ച് ജെറിയുടെ പിന്നാലെ നടന്നു. ജെറിയുടെയും മരിയയുടെയും ഇടപെടൽ കണ്ടപ്പോൾ ജെയ്ക്കിന് തോന്നി ജെറി നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹം കഴിച്ചതെന്ന് ഉറപ്പാണ്. അവന്റെ മട്ടും ഭാവവും ഒക്കെ അത് വിളിച്ചു പറയുന്നുണ്ട്. ജോസ് ചേട്ടായി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നെങ്കിലും ഇത്രയ്ക്ക് പ്രശ്നമുണ്ടെന്ന് കരുതിയില്ല. സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ അവൻ ഒന്നും ചെയ്യില്ല. ഒന്ന് തീരുമാനിച്ചാൽ തല പോയാലും അണുവിടെ മാറുകയുമില്ല. പിന്നെന്തിനാണ് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിന്നുകൊടുത്ത് ആ പെണ്ണിന്റെ ജീവിതം കൂടി നശിപ്പിക്കുന്നത്? ഏതായാലും വൈകുന്നേരം ജെറിയെ ഒന്ന് കാണണമെന്ന് ജെയ്ക്ക് തീരുമാനിച്ചു. അതിനായാണ് പെരുമ്പുന്നയിലേക്ക് ചെന്നത്. കുറച്ചുനേരം കുഞ്ഞുഞ്ഞുമായി കച്ചവടത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ജോസ്മോൻ സിൽവിയെ വീട്ടിൽ കൊണ്ടുവിടാൻ പോയിരുന്നു. എൽസി അഭിമോനെ ഉറക്കുകയായിരുന്നു. ജെയ്ക്കിന്റെ ശബ്ദം കേട്ട് ജെറി അങ്ങോട്ട് വന്നു. ജെയ്ക്ക് ജെറിയെയും വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. തോട്ടത്തിലൂടെ വെറുതെ നടക്കുമ്പോൾ ജെയ്ക്ക് മുഖവുരയില്ലാതെ ചോദിച്ചു, എടാ, നീ മരിയയെ കെട്ടിയത് പൂർണ്ണ സമ്മതത്തോടെയായിരുന്നോ? അല്പനേരത്തെ മൗനത്തിന് ശേഷം ജെറി പറഞ്ഞു, അല്ലടാ, പണ്ടേ അവളോട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പലവട്ടം ഒഴിഞ്ഞു മാറിയതാണ്. എന്റെ എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയുകയും ചെയ്യാം. അവളോട് എനിക്കുള്ള മനോഭാവം എന്തെന്നും അവൾക്ക് നന്നായി അറിയാം. എന്നിട്ടും വിടാതെ വട്ടം പിടിച്ചേക്കുമായിരുന്നു. ഒന്നും അറിയാത്ത ഒരു പെണ്ണിനെ കെട്ടി അതിനെ ചതിച്ചുവെന്ന് പറയില്ലല്ലോ. ഇവൾ അറിഞ്ഞുകൊണ്ട് വന്ന് കുഴിയിൽ വീണതാണ്. നിധിയുടെ ഓർമ്മ വരുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാടാ. വല്യപ്പച്ചനും കൂടി നിർബന്ധിച്ചു പറഞ്ഞു, നീ മറ്റൊരു വിവാഹം കഴിച്ചാൽ ഈ പ്രശ്നം മാറുമെന്ന്. ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി. പിന്നെ മരിയയ്ക്ക് നിർബന്ധമായിരുന്നു. ഒന്നും ശരിയാവില്ല എന്നിപ്പോ തോന്നുക. ഇപ്പോഴാണ് നിധിയുടെ ഓർമ്മകൾ കൂടുതൽ ഉണ്ടാകുന്നത്. നിന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നും പറയാതെ മാറി നിന്നത്. ഏതായാലും കഴിഞ്ഞില്ലേ, ഇനി മരിയെ വിഷമിപ്പിക്കാതെ നോക്ക്. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മരിയയെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ദേഷ്യമാണ് വരിക. അവൾക്കും നിധിയുടെ തിരോധാനത്തിൽ പങ്കുണ്ടോ എന്നാണിപ്പോൾ എനിക്ക് തോന്നുന്നത്. അതിനാണോ അവൾ എറണാകുളത്തേക്ക് വന്നതെന്നാണ് എന്റെ ഇപ്പോഴത്തെ ബലമായ സംശയം. അല്ല, അവളുടെ പെരുമാറ്റം കാണുമ്പോൾ അങ്ങനെ തോന്നുക. അന്ന് ഞങ്ങളുടെ ഫ്ളാറ്റിൽ വന്ന സ്ത്രീ ആരായിരുന്നെന്നാ എനിക്ക് ഇപ്പോഴും പിടിയിട്ടാത്തത്. ജെയ്ക്കിന് ഉറപ്പായിരുന്നു അത് എൽസിമാമയാണെന്നുള്ളത്. അവർ നേരെ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോയി നിധിയെ കണ്ട് തിരിച്ച് തിരുവമ്പാടിയിൽ വന്നിട്ട് ഇങ്ങോട്ട് പോന്നു. ജെറിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചെക്ക് വാങ്ങിയത്. അത് പക്ഷേ ഇവനോട് പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകും. അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നതാണ് ഭംഗി. നീ എന്താടാ ആലോചിക്കുന്നേ? ജെയ്ക്കിന്റെ മൗനം കണ്ടപ്പോൾ ജെറി ചോദിച്ചു. ഒന്നുമില്ല, ഞാനും അതാ ആലോചിക്കുന്നേ. ജെയ്ക്ക് അത് ശരിവെച്ചു. ജോസ് ചേട്ടായിക്കും അമ്മച്ചിയും അമ്മാച്ചനെയുമാണ് സംശയം. അത് തന്നോടും പറഞ്ഞതാണ്. അപ്പോഴേക്കും മരിയ അങ്ങോട്ട് വന്നു. ആഹാ, രണ്ടാളും ഇവിടെ ഇരിക്കുവാ? ഞാൻ വീട് മുഴുവൻ നോക്കി. ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. ജെയ്ക്കാണ് മറുപടി പറഞ്ഞത്. ജെയ്ക്കും ജെറിയും ഇരുന്നത് തോട്ടത്തിലുള്ള പാറക്കല്ലിന്റെ മുകളിലായിരുന്നു. അവർ മരിയയെ കണ്ട് എണീറ്റു. എന്നാ ഞാൻ പോവുക, എനിക്ക് ടൗണിലേക്കൊന്ന് പോകണം. ജെയ്ക്ക് യാത്ര പറഞ്ഞു പോയി.
നിങ്ങൾ നല്ല കൂട്ടാണല്ലേ. ഒരു മൂളയിൽ ഒതുക്കി മറുപടി. എത്ര വീട്ടിൽ വിരുന്നു പോകാനുണ്ട്? ജെയ്സമ്മയുടെ വീട്ടിൽ പോലും പോയില്ലല്ലോ നിങ്ങൾ. തിങ്കളാഴ്ച രാവിലെ പോകാനിറങ്ങിയപ്പോൾ എൽസി പറഞ്ഞു. ഓ, ഇനിയിപ്പോ വിരുന്നുണ്ട് നടക്കാത്ത കുഴപ്പമേ ഉള്ളൂ. ജെറിക്ക് ഈർഷ്യയായിരുന്നു. എല്ലാവരോടും സൗമ്യമായി ഇടപെടണമെന്നുണ്ട്. പക്ഷെ എന്തു ചെയ്യാം? ആരെന്ത് ചോദിച്ചാലും ദേഷ്യം വരികയാണ്. ആരുമില്ലാത്ത, ശബ്ദങ്ങളൊന്നുമില്ലാത്ത ഒരിടത്ത് പോയി ഇരിക്കാൻ തോന്നുകയാണ്. എൽസി പിന്നെയൊന്നും മിണ്ടിയില്ല. മകനോട് മിണ്ടുമ്പോൾ അറിയാതെ ഒരു കുറ്റബോധം ഉള്ളിൽ നിറയുന്നു. ജെയ്ക്കാണ് അവരെ എറണാകുളത്ത് കൊണ്ടുവിട്ടത്. ഇൻഫോ പാർക്കിനടുത്ത് തന്നെ ഒരു ഫ്ളാറ്റ് നേരത്തെ എടുത്തിരുന്നു. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ബാഗും മറ്റും റൂമിലെടുത്തു വെച്ചിട്ട് രണ്ടുപേരും ഓഫീസിലേക്ക് പോയി. ജെറിയുടെ ഓഫീസ് 5ാം നിലയിലും മരിയയുടേത് 3ാം നിലയിലുമായിരുന്നു. ഇരുവരുടെയും സഹപ്രവർത്തകർ ആശംസകളുമായി ചുറ്റും കൂടി. അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ് വേണം. വൈകുന്നേരം തിരികെ പോരും വഴി മരിയ ജെറിയോട് ആവശ്യപ്പെട്ടു. നമ്മുടെ സഹപ്രവർത്തകർക്ക് ഒരു ട്രീറ്റ് കൊടുക്കണ്ടേ? വേണം. ഹോ, ഭാഗ്യം, വായ തുറന്നല്ലോ, മരിയ മനസ്സിൽ പറഞ്ഞു. അടുത്ത ശനിയാഴ്ച ഈവനിങ് ആയാലോ? ആയിക്കോട്ടെ, ക്യാൻറ്റീനിൽ തന്നെ പോരെ? പോരാ, ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ അറേഞ്ച് ചെയ്യാം. ശരി. മരിയയ്ക്ക് സന്തോഷമായി. ഏതായാലും ഇത്രയെങ്കിലും സംസാരിച്ചല്ലോ. പേടിച്ചാണ് കാര്യം അവതരിപ്പിച്ചത്. പോസിറ്റീവായ ഒരു മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചേയില്ല. ജെറിയുടെ ഓഫീസിലുള്ളവരും നിർബന്ധിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇതൊരു നല്ല തുടക്കമാക്കി മാറ്റണം. അന്ന് രാത്രി പുറത്തു പോയാണ് ഭക്ഷണം കഴിച്ചത്. കിച്ചണിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ എല്ലാം വാങ്ങണം. എല്ലാം ഒന്ന് ശരിയാക്കാൻ 1-2 ദിവസം എടുക്കും. തിരിച്ചു വരുന്ന വഴി സൂപ്പർ മാർക്കറ്റിൽ കയറി ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളും മറ്റും വാങ്ങി ഓട്ടോയിലാണ് തിരിച്ചു വന്നത്. ജെറി, നമുക്കൊരു കാറ് വാങ്ങണം. എന്റെ കയ്യിലും കുറച്ച് ക്യാഷുണ്ട്. നോക്കാം, പറഞ്ഞിട്ട് ജെറി കുളിക്കാനായി പോയി. മരിയ പാത്രങ്ങളെല്ലാം അടുക്കളയിൽ എടുത്തു വെച്ചു. ഇനി നാളെ പല വ്യഞ്ജനങ്ങൾ വാങ്ങിയാൽ മറ്റന്നാൾ മുതൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഗ്യാസ് സെൻട്രൽ കണക്ഷൻ ആയതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടില്ല. ജെറിയുടെ പിന്നാലെ മരിയയും കുളിച്ചു വന്നു. ജെറി മുറിയിൽ ലാപ്ടോപ്പിൽ ജോലിയിലായിരുന്നു. മരിയ അങ്ങോട്ട് കടന്നു വന്നു. നേരിയ ഒരു നൈറ്റ് ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. അതിലൂടെ ആ ശരീരത്തിന്റെ അഴകളവുകളും നിമ്നോന്നതങ്ങളും ഏത് ബ്രഹ്മചാരിയെയും ഇളക്കാൻ പാകത്തിൽ ഗോചരമായിരുന്നു. മരിയ വന്ന് ജെറിയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു. അവളുടെ മാംസലത പിന്നിലമർന്നപ്പോൾ നിധിയാണതെന്ന് ഒരു വേള ഓർത്തുപോയി. അവൾ ചിലപ്പോൾ ഇങ്ങനെയാണ്. ജോലിയിലായിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കും. അതൊരു സുഖമാണ്. പിന്നെ മാറിലൂടെ ആ വിരലുകൾ വയലിന്റെ ബോ ചലിക്കും പോലെ ചലിച്ചുകൊണ്ടിരിക്കും. അവിടുന്നാണ് പിന്നെ താളലയങ്ങളോടെ ഒരു ജുഗൽബന്ധിയായി പരസ്പരം ലയിച്ചു ചേരുന്നത്. ജെറി ലാപ്ടോപ്പ് മാറ്റിവെച്ചു. എണീറ്റ് മരിയയെ ചേർത്ത് പിടിച്ചു. ബെഡിലേക്ക് ആനയിച്ചു. മരിയയുടെ ശരീരം അവനെ സ്വീകരിക്കാൻ തയ്യാറായി. അവളിലേക്ക് പടർന്നു കയറാൻ തുടങ്ങിയ ജെറിയുടെ നെറ്റിയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകി. ഉമ്മ വയ്ക്കാനാഞ്ഞ അവൻ ഞെട്ടി പിന്നോട്ട് മാറി. വില കൂടിയ ബോഡി സ്പ്രേയുടെ ഗന്ധം മൂക്കിൽ തുളച്ചു കയറി. അല്ല, ഇത് നിധിയല്ല. നേരിയ ചന്ദനത്തിന്റെ സുഗന്ധമാണ് നിധിക്ക്. സർവ്വനാഡികളും തളർന്ന് ജെറി കിതച്ചുകൊണ്ട് എഴുന്നേറ്റു. ജെറി എണീറ്റ് ജനാലയ്ക്ക് സമീപം പോയി കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി നിന്നു. ഫ്ളാറ്റുകളുടെ തലപ്പുകൾ ഇരുട്ടിൽ ഉയർന്നു നിൽക്കുന്നു. ചില മുറികളിൽ വെളിച്ചമുണ്ട്. രാത്രിയിലും ഉറങ്ങാതിരിക്കുന്ന നഗരം. ഇടമുറിയാതെ വാഹനങ്ങൾ റോഡിലൂടെ പോകുന്നുണ്ട്. പെട്രോളിങ്ങിലുള്ള പോലീസുകാരുടെ ബീക്കൺ ലൈറ്റുകൾ പിടിപ്പിച്ച ജീപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. വ്യർത്ഥമായ ഒരു യാത്രയുടെ തുടക്കത്തിലാണ് താൻ. ഇല്ല, തനിക്കിനി മറ്റൊരു പെണ്ണിനെ ആശ്ലേഷിക്കാനോ അംഗീകരിക്കാനോ ആകില്ല. മരിയ പിന്നിൽ വന്നു നിന്ന് മെല്ലെ തോളിൽ തൊട്ടു. എന്താ ജെറി, എന്താ പറ്റിയേ? എനിക്കറിയില്ല. നീ എന്തിനാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് എന്റെ കൂടെ കൂടി നിന്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഒരുമ്പെട്ടത്? കുറ്റബോധമാണോ ഏറ്റുപറച്ചിലാണോ എന്നറിയാത്ത കുറെ ചോദ്യങ്ങളാണ് ജെറിയിൽ നിന്നുണ്ടായത്. മരിയ ആർദ്രയായി. ജെറി, ഐ ലവ് യു. ഞാൻ നിന്നെ എത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയാമോ? ഏത് കുപ്പക്കുഴിയിലാണെങ്കിലും എനിക്ക് നിന്നെ വേണം ജെറി. മറ്റൊന്നും തരണ്ട. ജെറിയുടെ കൂടെ ജീവിച്ചാൽ മതി എനിക്ക്. ജെറി അവളെ സഹതാപത്തോടെ നോക്കി. പിന്നെ മെല്ലെ ചേർത്ത് പിടിച്ചു. അത് പ്രണയമോ ഇഷ്ടമോ കൊണ്ടായിരുന്നില്ല. ഒരു ബലിമൃഗത്തോട് തോന്നുന്ന വെറും സഹതാപ പ്രകടനം മാത്രമായിരുന്നു. പക്ഷേ ജെറിയുടെ ഉള്ളിലെന്തെന്നറിയാതെ മരിയ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചേർന്ന് നിന്നു. പാതിരാത്രി കഴിഞ്ഞ് എപ്പോഴോ അവർ ഉറങ്ങി. രാവിലെ ഒന്നും സംഭവിക്കാത്തതുപോലെ എണീറ്റ് ഓഫീസിൽ പോയി. വൈകുന്നേരം മരിയയുടെ ആവശ്യപ്രകാരം അവർ മറൈൻ ഡ്രൈവിൽ പോയി. മരിയയോടൊപ്പം വെറുതെ നടന്നു. അപ്പോഴും ജെറിയുടെ ഉള്ളു നിറയെ നിധിയായിരുന്നു. മരിയ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്തെന്ന് പോലും അറിയാതെ ജെറി മൂളിക്കൊണ്ടിരുന്നു. എങ്കിലും മരിയ സന്തോഷവതിയായിരുന്നു. കറക്കം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കുറച്ച് വൈകി. മരിയ പല രാത്രികളിലും വിശ്വാമിത്രന്റെ തപസ്സിളക്കാനുള്ള ശ്രമം പല രീതിയിലും തുടർന്നുകൊണ്ടിരുന്നു. ചിലപ്പോൾ ജെറി താല്പര്യത്തോടെ അടുത്തു വരുമെങ്കിലും തുടക്കത്തിൽ തന്നെ വിയർത്ത് കുളിച്ച് പിന്മാറും. മരിയയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി. എങ്കിലും അത് അവൾ പ്രകടിപ്പിച്ചില്ല. ദിവസങ്ങൾ എന്തിയും വലിഞ്ഞും പോയിക്കൊണ്ടിരുന്നു. ജെറിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എങ്കിലും മരിയയിൽ മെല്ലെ നിരാശ കൂടുകൂട്ടാൻ തുടങ്ങി. സ്ത്രീയുടെ ശാരീരിക ചോദനകൾ അവളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ചില രാത്രികളിൽ നിധി എന്ന് കരുതി ഉറക്കത്തിൽ മരിയയെ ശ്വാസം മുട്ടിച്ചു.
അതിന്റെ ഇടവേളകൾ കുറഞ്ഞു വന്നപ്പോൾ മരിയയ്ക്ക് ഒന്നിച്ചു കിടക്കാൻ തന്നെ ഭയം തോന്നി തുടങ്ങി. സിൽവി ചേച്ചി പ്രസവിച്ചു എന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു. പെൺകുട്ടിയാണ്. കുഞ്ഞിനെ കാണാൻ പോകണം. വീട്ടിലേക്ക് പോകുന്ന കാര്യം ജെറിക്കിപ്പോൾ തീരെ ഇഷ്ടമില്ല. എങ്കിലും ചേട്ടായിയുടെ കുഞ്ഞിനെ കാണാൻ പോകാതിരിക്കുന്നത് എങ്ങനെ? നാട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ പോകാതെ പറ്റില്ലല്ലോ. അതിനാൽ എൽസി പറഞ്ഞതനുസരിച്ച് കൊച്ചിന്റെ 28 കെട്ടിനാണ് പോയത്. മരിയയുടെ നിർദ്ദേശപ്രകാരം കൊച്ചിനുള്ള പാദസരം ജെറി വാങ്ങി. അരഞ്ഞാണം കുഞ്ഞുഞ്ഞും വാങ്ങി. വലിയ ചടങ്ങോ ആഘോഷമോ ഒന്നുമില്ല. എങ്കിലും പൊന്നരഞ്ഞാണം കൊച്ചിന്റെ അരയിൽ കെട്ടണം എന്നുള്ളത് കുഞ്ഞുഞ്ഞിന്റെ നിർബന്ധമായിരുന്നു. തറവാടിന്റെ പ്രൗഢി കുറയ്ക്കരുതല്ലോ. അഭിമോനാണെങ്കിൽ വാവയെ കണ്ടിട്ടും കൊതി തീരുന്നില്ല. ഒരു വിധത്തിലാണ് തിരികെ കൊണ്ടുവന്നത്. അതും ജെറിയുടെ കൂടെ ആയതുകൊണ്ട് മാത്രമാണ് അവൻ മനസ്സ് വെച്ചത്. കുഞ്ഞിപ്പാപ്പനെ അഭിമോന് ഇഷ്ടമാണ്. മോൻ ജനിച്ചതിന് ശേഷം വല്ലപ്പോഴുമേ വീട്ടിലേക്ക് വന്നിരുന്നുള്ളൂ. എങ്കിലും ജെറിയുമായി നല്ലൊരടുപ്പം മോനുണ്ട്. മരിയയുടെ വീട്ടിൽ പോയപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അവൾ സന്തോഷം അഭിനയിച്ചു. പക്ഷെ എൽസിയോട് എല്ലാം തുറന്നു പറഞ്ഞു. അതും ജെറി വല്യപ്പച്ചനെ കാണാൻ പോയ അന്ന്. മോളെ, എല്ലാം പയ്യെ ശരിയാകും, കാത്തിരിക്കൂ. നിന്റെ ഭാഗത്തു നിന്നും പ്രകോപനമൊന്നും ഉണ്ടാകരുത്. ഇല്ലമ്മച്ചി, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ സമയം ജെറി മൈക്കിളച്ചന്റെ മുന്നിൽ കുറ്റമേറ്റു പറയുകയായിരുന്നു. ഒന്നും ശരിയായില്ല വല്യപ്പച്ച. നമുക്ക് ഡോക്ടർ ദിവാകരനെ ഒന്നുകൂടി കണ്ടാലോ? അച്ഛൻ നിർദ്ദേശം വെച്ചു. എന്തിനാണ്? ഏത് മരുന്നിനാണ് നിധി എന്നിൽ നിന്നും പറിച്ചു കളയാനാവുക? ശരിയാണ്. എന്നാലും മരിയ നിന്റെ ഭാര്യയല്ലേ? അവളോട് നിനക്ക് മാനസികമായും ശാരീരികമായും ചില ഉത്തരവാദിത്തങ്ങളില്ലേ? അത് നിറവേറ്റണ്ടേ? മരുന്ന് കൊണ്ടാണോ അത് നിറവേറ്റേണ്ടത്? ഹൃദയത്തിൽ നിന്നും വരുന്ന സ്നേഹം കൊണ്ടല്ലേ? സ്നേഹമില്ലാതെ ശാരീരിക ആവശ്യങ്ങൾ മാത്രം നിറവേറ്റിയാൽ മതിയോ? അതാണോ കുടുംബജീവിതം? നീ പറയുന്നത് ശരിയാണ്. വിവാഹം കഴിഞ്ഞില്ലേ? അപ്പോ അവൾക്ക് അവകാശപ്പെട്ടത് നീ കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ? വല്യപ്പച്ച, അതിന് ഒരു തരി മനസ്സെങ്കിലും ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ ഒരു പ്രതിവിധിയുണ്ട്. അവളൊരു ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുത്താൽ എത്രയും പെട്ടെന്ന് വിവാഹമോചനം ലഭിക്കും. അതവൾ ചെയ്യട്ടെ, ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. അതാണ് ഇതിലും എളുപ്പം. നീ ചുമ്മാ മുട്ടാപ്പോക്ക് പറയാതെ ഞാനൊന്ന് ഡോക്ടറോട് സംസാരിച്ചു നോക്കട്ടെ. വല്യപ്പച്ച, ഞാൻ വന്നത് അന്ന് പറഞ്ഞ വിസയുടെ കാര്യം എന്തായെന്നറിയാനാ. ഇവിടെ നിന്നാ എനിക്ക് ഇനിയും ഭ്രാന്ത് പിടിക്കും. ഈ നാട്ടിൽ നിന്നേ പോയാൽ സമാധാനം കിട്ടുമെന്ന് നോക്കട്ടെ. സമാധാനം നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. അതില്ലാതെ ഏത് നാട്ടിൽ പോയാലും കണക്കാ. ഇവിടുത്തെ പോലെ മറ്റുള്ളവരുടെ ശല്യം ഉണ്ടാകില്ലല്ലോ. അതൊക്കെ നിനക്കിപ്പോ തോന്നും. ഒറ്റയ്ക്കാവുമ്പോ അറിയാം. ആ പിന്നെ അതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നു. 1-2 മാസത്തിനുള്ളിൽ ശരിയാകുമായിരിക്കും. ജെറിയോട് കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് ഗുണമൊന്നുമില്ല എന്ന് കണ്ട് അച്ഛൻ ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു. ഊണിന് ശേഷം ജെറി അവിടെ നിന്നും ഇറങ്ങി. മൈക്കിൾ അച്ഛൻ ഡോക്ടറെ വിളിച്ചു. വൈകുന്നേരം കാണാമെന്ന് ഡോക്ടർ സമ്മതിച്ചു. അതിന് പ്രകാരം അച്ഛന്റെ മുറിയിൽ ഡോക്ടർ എത്തി. അച്ഛൻ ജെറിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. മരുന്നുകളുണ്ട്. പക്ഷെ അത് എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെയുള്ളത് ജെറിയുടെ ഉള്ളിൽ നിന്നും നിധിയെ പാടെ പറിച്ചറിയുന്ന ചികിത്സയാണ്. അത് ചെയ്താൽ ഒരുപക്ഷെ എല്ലാം ശരിയാകും. എന്നാൽ മറ്റൊരു അപകടം പതിയിരിപ്പുണ്ട്. നിധിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളോ മറ്റേതെങ്കിലും സാഹചര്യമോ ഉണ്ടായാൽ മറന്നുപോയതിനേക്കാൾ തീവ്രതയിൽ ഓർമ്മ തിരികെ വരും. അത് വലിയ ദുരന്തമാകും. പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം ഭ്രാന്തിന്റെ കരകാണാ കയങ്ങളിലേക്ക് ജെറി ആണ്ടുപോകും. അതിനാൽ അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അച്ഛന്റെ അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രം. ആ, അതേതായാലും വേണ്ട. എങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ വിസ ശരിയാക്കി കൊടുക്കുക. നാട് മാറുമ്പോൾ പതിയെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതിന് ആ കുട്ടി തയ്യാറാണോ? ആയിരിക്കും ഡോക്ടർ. കാരണം അവൾ ജെറിയെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിൽ ഓൾ ദി ബെസ്റ്റ്. ഡോക്ടർ പോയി. ജെറിയും നിധിയും ഇരുളടഞ്ഞ ഒരു വനാന്തർ ഭാഗത്തുകൂടി നടക്കുകയാണ്. പെട്ടെന്ന് നിധിയെ കാണാതെയായി. തപ്പിത്തടഞ്ഞ് നടക്കുമ്പോൾ പെട്ടെന്ന് എവിടുന്നോ നിധിയുടെയും കൂടെ ഒരു കുഞ്ഞിന്റെയും കരച്ചിൽ. നിധിയെ വിളിച്ചുകൊണ്ട് ആ കരച്ചിൽ കേട്ട ദിശയെ ലക്ഷ്യമാക്കി ജെറി വേഗം നടന്നു. അല്ല, ഓടി. ഓട്ടത്തിനിടയിൽ എവിടെയോ കാലുടക്കി മറിഞ്ഞു വീണു. നിധി! ജെറിയുടെ വിളി കേട്ട് മരിയ ഉണർന്ന് ലൈറ്റിട്ടു. ജെറി കട്ടിലിന്റെ താഴെ വീണുകിടന്ന് തലയിട്ടുരുട്ടുന്നു. മരിയ ഭയന്നുപോയി. ജെറി, ജെറി! മരിയ ജെറിയെ കുലുക്കി വിളിച്ചു. ആ കുഞ്ഞെവിടെ? ജെറി എണീറ്റിരുന്ന് മരിയയോട് ചോദിച്ചു. കുഞ്ഞോ? ഏത് കുഞ്ഞ്? ഇവിടെ അഭിമോനല്ലേ ഉള്ളൂ. അവൻ അമ്മച്ചിയുടെ കൂടെ ഉറങ്ങുന്നുണ്ട്, മരിയ പരിഹസിച്ചു. അപ്പോഴേക്കും ജെറിക്ക് പരിസരബോധം വന്നു. ഹോ, എന്തൊരു സ്വപ്നമായിരുന്നു അത്. എണീറ്റ് പോയി ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ചു. കൂടുകൂടെ വിയർക്കുന്നുണ്ട്. ജെറി പുറത്തേക്കിറങ്ങി വരാന്തയിലെ ചാരുകസരയിൽ കൈകൾ തലയ്ക്ക് മുകളിൽ പിണച്ചുവെച്ച് ആകാശത്തേക്ക് നോക്കിക്കിടന്നു. ഈ സമയം ഈറ്റുനോവിന്റെ ആലസ്യത്തിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു നിധി. സമീപം ഒന്നും അറിയാതെ കണ്ണുകൾ ഇറുകെ പൂട്ടി ഉറങ്ങുന്നു നിധിയുടെ പൊന്നുമോൻ. കൃപസിസ്റ്ററും മായമ്മയും ചൈത്രയും അവൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളുമായി കൂടെയുണ്ട്. കുഞ്ഞു പിറന്ന് അവനെ കാണിച്ചപ്പോൾ നിധിയുടെ ഹൃദയം അദമ്യമായ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു.
ജെറിയെ ഒന്ന് കാണണമെന്ന് ഉൾക്കടമായ ആഗ്രഹമുണ്ട്. അത് ഉള്ളിലടക്കി കുഞ്ഞിന്റെ ഇളം കവിളിൽ മുത്തമിടുമ്പോൾ അവനൊന്ന് പുളഞ്ഞു. അമ്മയുടെ ആദ്യ മുത്തമേറ്റതിന്റെ ഉൾപ്പുളകമായിരുന്നു അത്. നിധിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് കൃപ സിസ്റ്ററായിരുന്നു. സിസ്റ്റർ അവന്റെ നെറ്റിയിൽ കുരിശു വരച്ച് നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നഴ്സിനെ തിരിച്ചേൽപ്പിച്ചു. ജെറിക്ക് അന്നുറക്കം വന്നില്ല. വല്ലാത്തൊരു വിമിഷ്ടം പിടികൂടിയിരിക്കുന്നു. എന്താണത്? ഓരോന്ന് ആലോചിച്ച് കിടക്കെ ജെറിയെ കാണാൻ മരിയ അങ്ങോട്ടേക്ക് വന്നു. തുടരും. അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.